ഞാൻ അവിടെ കാണിക്കുന്നതാണ് കോഴിക്കോട് ബീച്ചിൽ കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. സൗത്ത് ബീച്ചിൽ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയോട് മാറിപ്പോകാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുന്നു. എത്രയോ നേരം സംസാരിക്കുന്നു. ഞാൻ കാണുന്നതിന് മുമ്പേ സംസാരം തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഉദ്ദേശമൊന്നും കാണിക്കുന്നില്ല. പോലീസുകാരെ അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കാണിക്കണം. ഞങ്ങൾ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതേയാൾ അവിടെ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ കയ്യിൻ്റെ മുകളിൽ അഴക്കായി കഴിഞ്ഞാൽ വെള്ളം മാത്രമായി കഴിക്കുക. നിങ്ങളുടെ സംസാരത്തിൽ ഒരുപാട് കരുതായി. ഇത് റെയിൽവേയിൽ തിരിച്ചു വരിക അല്ല, ഞാൻ റെയിൽവേയിൽ ചായയും കാപ്പിയും ഫ്രൂട്ട്സില്ലാണ്ട് ട്രെയിനിൽ കയറിയിട്ട് അവിടെ കച്ചവടം ചെയ്തിട്ട് എനിക്ക് ക്ലാസ് മലയാളം മാത്രമായിരുന്നു. ഹിന്ദി പല ഭാഷ. അപ്പോൾ എനിക്ക് പൈസനെക്കാട്ടി പറ്റും. അല്ല, മലയാളത്തിൽ കേരളത്തിൽ ജീവിക്കാൻ മലയാളം പോലെ. ഞാനിന്ന് ഫ്രൂട്ടില്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം ആടെ ദൈവമല്ലേ? ഇല്ല, ദൈവമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം ദൈവമുള്ള പ്രശ്നങ്ങളാണ്. ആടെ ദൈവങ്ങൾ ഇല്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. സാറിന് ഇപ്പം ഇവിടെ നിന്ന് ഞാൻ കച്ചവടം ചെയ്യുന്ന അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്. സാറ് യൂണിഫോം ഇട്ടാണ്, ഞാൻ യൂണിഫോം ഇടാത്താണ്. അല്ലേ, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ തെറ്റുകാരനാണ്, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം. നിങ്ങൾ ഈ കച്ചവടം എനിക്ക് എല്ലാത്തിനും പറയാം. അവിടെ കുറേ ആൾക്കാർ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഓരോ എന്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ ഈ ആൾക്കാർ ഇരിക്കാൻ ഉണ്ടാക്കിയ സ്ഥലമാണ്, നടക്കാൻ ഉണ്ടാക്കിയിട്ട്. ഞാൻ ഇരിക്കില്ല. ഇപ്പൊ കിട്ടിയോ? ഇത് കച്ചവടമല്ലേ? ഇത് കച്ചവടം ചെയ്യും. നിങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആൾക്ക് അതിനകത്ത് വെച്ചോ. സാറിന് എന്ത് വേണമെങ്കിലും നിയമിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആ എൻട്രൻസ് പോയിക്കോ. ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് എന്റെ പിന്നാലെ വന്നു കിട്ടിയാ പോരെ. പറയുന്നൊക്കെ എന്റെ കത്തി വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെന്ത് ഞാൻ കേൾക്കാന്? പിന്നെന്താ പറയാ? എനിക്ക് എന്റെ ജീവൻ നിങ്ങൾ കത്തി വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് ജീവിക്കാനാ പ്രയാസം, മരിക്കാൻ എനിക്ക് പ്രയാസമില്ല. പിന്നെന്താ ഞാൻ പറയാ? ജീവിക്കാൻ പ്രയാസം അല്ല, എനിക്ക് ജീവിക്കാനാണ് പ്രയാസം. ഞാൻ സ്വയം മരിക്കുന്നത് ഇഷ്ടമല്ല. സാറ് സമ്മതിക്കണില്ലല്ലോ. നിങ്ങൾ അവിടെ പോയി ജീവിച്ചോ. ഒരുപാട് എസ് ഐമാരുണ്ട്, ഒരുപാട് ഇൻസ്പെക്ടറുണ്ട്, വക്കീലുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്. എനിക്ക് നല്ലപോലെ അറിയുന്നതാണ്. ഞാൻ ആരും പഠിപ്പിച്ചത് സാറിൻ്റെ ദൈവം എൻ്റെ ദൈവം ഒന്നാണ്. പക്ഷെ മനുഷ്യൻ്റെ ചിന്തയിൽ ഒരുപാട് ദൈവമുണ്ട്. എന്തോ ആയിട്ട് എനിക്ക് പ്രശ്നം. തീർച്ചയായിട്ടും ഞാൻ സാറിനോട് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു. ഒരു കയ്യിൻ്റെ മുകളിൽ ചളി ആയി കഴിഞ്ഞാൽ പച്ച വെള്ളം കൊണ്ട് കഴിക്കാൻ പോകും. ഒരുപാട് സംസാരം. അതായത് എല്ലാ പുഴകളും ഒഴുകുന്നത് കടലിലേക്കാണ്. അത് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ സാധനം വിറ്റതിൻ്റെ പേരിൽ സാറിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് നിയമം അനുസരിച്ച് കുറ്റമാണെന്നുള്ളത് സാറിന് അറിയാം, എനിക്കും അറിയാം. അത് സാറിൻ്റെ അറസ്റ്റ് ചെയ്യാനും ഞാൻ സാറിനോട് പറയുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സാറിനോട് എനിക്ക് ബഹുമാനം. എനിക്ക് അങ്ങനെ സാറ് പറഞ്ഞെടുത്തും ഞാൻ പറഞ്ഞെടുത്തും ഒന്നും കാര്യം നടക്കണില്ല. സാർ നിങ്ങളും പറഞ്ഞെടുത്ത് മാത്രമേ നടക്കണുള്ളൂ. അതിന് എനിക്ക് കഴിയുന്നില്ല. അപ്പം ഇന്നെ ഇവിടെ കൊണ്ടിട്ട് എനിക്ക് കഴിയുന്നു. സാറിനൊന്നും ചെയ്യും. പിന്നെ അടിക്കാൻ തന്നെ അടിയൊക്കെ കഴിഞ്ഞത്. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറിന് എന്ത് ചെയ്യാന്ന്. കാരണം ഞാൻ ഒന്ന് പറഞ്ഞേ, ഇന്ന് മയക്കുമരുന്നും കൗൺസിലറും കിട്ടണവനെ പിടിക്കണില്ല. ഇന്ന് അന്തസ്സായിട്ട് ജീവിക്കണവനെ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇവിടെ ജീവിക്കുന്ന അന്തസ്സേടാന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഇങ്ങനത്തെ ഞാൻ സംസാരം ഓർ വേദനിപ്പിക്കും. മൗനം ജീവിച്ചാണ് ആ സാധനം ബാഗിൽ വെച്ച് അവിടെ ഇരുന്നോ? കുഴപ്പമില്ല. അതിൽ 2 കുത്തിയെടുത്ത് കൊടുത്തിട്ടു. മൊത്തം കുത്തിയെടുത്ത് 2 കുത്തിയെടുത്ത് 100 പേര് വാക്ക് ഞാൻ കേട്ടത്. ഞാൻ ഇന്റേതായിട്ടുള്ളൊരു തീരുമാനം. ആ തീരുമാനം ഞാൻ പറഞ്ഞു. എനിക്ക് ഇന്റേതായിട്ടുള്ളൊരു തീരുമാനം. അങ്ങനെ ഇപ്പം എല്ലാവരും വിചാരിക്കുകയാണെങ്കിലോ? എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 100 പേരെ അടയിൽ ജീവിച്ച ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ ജനങ്ങളൊക്കെ എൻ്റെ നിയമമാണ് എനിക്കും പറഞ്ഞ് ജീവിക്കുകയാണ്. തെറ്റാണെങ്കിൽ ഞാനെന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ കച്ചവടം ചെയ്യാൻ സാറിനല്ലേ ചെയ്യാൻ പറ്റില്ല. കച്ചവടം ചെയ്യുന്ന സ്ഥലമല്ലാന്ന് അല്ലേ? എനിക്കറിയാം. ഞാൻ നിയമത്തിനെ വെങ്കിലിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്ത് ഞാൻ കിടക്കാൻ തയ്യാറാണ്. പിന്നെ ഞാനിനി എന്താ പറയുക? നിങ്ങൾ കാണില്ല. നിങ്ങൾ നിൽക്കുമ്പോൾ 4 ആൾ വേറെ നിൽക്കും. അപ്പോൾ അത് കൂടും. എനിക്ക് നോ പ്രോബ്ലം. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഏത് വക്കീലായാലും ശരി, ജഡ്ജി ആയാലും ശരി, ഉസ്താദായാലും ശരി, മാസ്റ്റർ ആയാലും ശരി, ഞാൻ സംസാരിക്കും. കാരണം ഞാൻ കുറച്ച് തീരുമാനിച്ചു.
എന്തിന് കുറച്ച് എനിക്ക് കുറച്ച് തീരുമാനം എന്തെങ്കിലുമുണ്ട് അതെനിക്ക് ആരോടും പറയാൻ അല്ല ഞാൻ പറഞ്ഞില്ല പാലിക്കില്ല എന്നുള്ളതല്ല അല്ലല്ല ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ സാർ ഒരാൾക്ക് പാടില്ല അപ്പോൾ സാറുമാരെ ഡ്യൂട്ടി എടുക്കാം സാർ ഡ്യൂട്ടി ചെയ്യണം സർക്കാർ അപ്പോൾ ഞാനിത് മറ്റേ ഉചിതമാണെന്ന് തോന്നുന്ന അറസ്റ്റ് ചെയ്യുക വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവിടെ സംസാരത്തിൽ വിഷയത്തിൻ്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മരണം പോയി എൻ്റെ ജീവിതം പോയി അതാണ് ഞാൻ പഠിച്ചത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നിയമം പാലിക്കാതെ ജീവിക്കാനുണ്ടോ അതിന് നിങ്ങളോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സാർമാർക്ക് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാം എനിക്ക് അത്ര പറയാം നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പിന്നെ അവിടെ വിഷയമില്ലേ പിന്നെ അവിടെ പോയി കത്തോളം ഒച്ചുണ്ട് സാർമാർ എന്തും പറയാം ഞാൻ അങ്ങനെ കാരണം എനിക്കെല്ലാം ഞാൻ അടിക്കാൻ എനിക്ക് രസം നിങ്ങൾ അടിക്കാൻ നിങ്ങൾ ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ സാധനത്തിൽ വരും അന്നേരം എന്ത് ചെയ്യും ഇത് ജനങ്ങൾക്ക് നിൽക്കാനും നടക്കാനും നീ ആ പൂഴി സ്ഥലത്ത് പോയി ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് അവിടെ പോയിക്കോ അവിടെ ഇറച്ചിച്ചോ അതൊന്നും ഒരു തടസ്സമില്ല റോഡിങ്ങനെ പറയുന്നു ആ എൻട്രൻസിൽ വെച്ചോ അതിനും തടസ്സമില്ല നാളെ കൊണ്ട് വരുന്നില്ല ഒന്നും കൂടി ഞാൻ പറഞ്ഞില്ല ഞാൻ ലോകമാന്യ ട്രെയിനിൽ ലോകമാന്യ പോട്ടെ ട്രെയിനിൽ ഇറങ്ങിയില്ലേ ഇപ്പം ബീച്ചിലെത്തിയില്ലേ ഇവിടെ കച്ചവടം നീക്കിനെ പോയി സ്ഥലത്ത് ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് ഇല്ലെങ്കിൽ ആ എൻട്രൻസിലേക്ക് പോയി റോഡുമിലേക്ക് പോയി സാറുമാർക്ക് ഞാൻ പറയണ ബുദ്ധിമുട്ടില്ല ഞാനൊരു യാത്ര ചെയ്ത് വന്നിട്ട് ഇവിടെ ഇരിക്കാൻ സാധനമായി കുട്ടി ബാഗിലിട്ടോ ബാഗിൽ വെച്ച് ആരും കാണൂലല്ലോ പിന്നെ അതിൻ്റെ ജീവിതം മുടക്കല്ലേ ചെയ്യുന്നത് ഇത് പുറത്ത് വെച്ചല്ല ആൾ കാണുമല്ലോ ഈ ജനങ്ങൾ മൊത്തം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നെട്ടോട്ടോടുന്നേ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളെ പോലെ ബാക്കിയുള്ളവർ സാധനം എടുത്ത് ഇവിടെ വന്ന് കുട്ടിനെ കച്ചവടം ചെയ്താൽ ജനങ്ങൾക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവുമോ അതിൻ്റെ വിഷയമല്ല സാർമാർക്ക് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ കൊണ്ട് അറസ്റ്റ് ചെയ്യാം ഞാൻ അത്രേ പറയണുള്ളൂ എനിക്ക് കൂടുതൽ വാക്കുകളില്ല ഞാൻ കട്ടൻ ട്രാക്കിൽ സംസാരിക്കുന്നത് ഇങ്ങനത്തെ പ്രൂഫ് വേണമെങ്കിൽ അതും തരാം എനിക്ക് സാർമാരോട് യാതൊരു ഉറപ്പുമില്ല എനിക്ക് ഇന്നോട് മാത്രമേ ഉറപ്പൂ ഒരു കാര്യമല്ലേ നമ്മള് നിയമപ്രകാരം ഞാൻ നിയമം ലംഘിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് നീങ്ങാം അത്രേ ഉള്ളൂ നിയമം ലംഘിച്ചാൽ ചെയ്യാൻ കുട്ടിയും പണ്ടെടുത്ത് അത്രയേ ഉള്ളൂ നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു നഷ്ടമല്ല വെള്ളം വേണ്ട ഈ വെള്ളം കൊണ്ട് എനിക്ക് ലാഭമൊന്നും വേണ്ട അങ്ങനെയല്ല സാറ് എടുത്തുപോയി എടുത്ത് കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോകാനോ എടുത്തോ എനിക്ക് പ്രശ്നമില്ല കാരണം ഞാനിത് നശിപ്പിക്കാൻ വെച്ചാൽ അന്നേരം പിന്നെ ഈ വർത്താനൊന്നും പിന്നെ ഒരു പ്രോബ്ലം ആ വിചാരിച്ച ആളല്ല ഞാൻ ഇതിന് പിന്നാലൊന്നും വരില്ല ഗാർമാജി കൊണ്ടാണ്ടി കൊണ്ടേ ഈ ഒരു കാര്യം ചെയ്യാം ആ കുട്ടി എടുത്ത് പോയിക്കോളൂ നീ ആ എൻട്രൻസ് പോയി കച്ചവടം ചെയ്തോ സാർമാര് വിചാരിച്ച ആളല്ല ഇന്ന് വിൽക്കാൻ വേണ്ടി വെക്കുന്നതല്ലേ അല്ലേ സാർമാർക്ക് എന്തും ചെയ്യാം അല്ലെ വിൽക്കാൻ വേണ്ടി വെക്കുന്നല്ലേ സാർമാരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവം അറിയാൻ വേണ്ടി വന്ന് നോക്കിയാ ഞാൻ പ്രൂഫ് തരാം സാറേ പിന്നെന്ത് അറിയാൻ വെക്കുന്ന കാരണം നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങൾ അറിയുന്നില്ലല്ലോ പോയിട്ടുണ്ട് ഒന്നും കൂടെ ഇവിടെ നോക്ക് നവാസ് നിലവില് അഡ്രസ്സൊക്കെ ഉണ്ട് സാറേ പിന്നെന്തും ഞാൻ തരൂല നീ പറയുന്നത് കേൾക്ക് നീ ഇവിടുന്ന് എടുത്തിട്ട് നീ മാറ്റൂല ഉറപ്പാ ഞാൻ മാറ്റില്ലെന്നല്ല ഞാൻ ഒരു യാത്ര നീ ബാഗിൽ വെച്ചോ 2 കുപ്പി എടുത്ത് പുറത്ത് വെച്ചോ എന്നാ പ്രശ്നമല്ല നീ ആ വരുന്ന തീർന്നിട്ട് 2 കുപ്പി എടുത്ത് ബാഗ് നോട്ട് ഡ്രസ്സാണ് എന്താ രസമുള്ള ഈ കുപ്പി ഞങ്ങൾ കൊണ്ടുപോകുക ഞാനൊരു ഗവർണിട്ട് കൊണ്ടാണ് ഈ ഒരു കാര്യം 2 കുപ്പി പുറത്ത് വെച്ചോ കാരണം ഇവിടെ ബാക്കിയുള്ള കച്ചവടക്കാരെ ഇടങ്ങാറാക്കി ഞാക്ക് ബുദ്ധിമുട്ടാണ് ഇത് കച്ചവടം ചെയ്തോ ബാക്കിയുള്ള ഉള്ളിൽ വേഗം എടുത്ത് വെച്ചോ
ഇത് കൊണ്ടുപോയാൽ നിനക്ക് നഷ്ടം തന്നെയാണ്. എനിക്കൊരു നഷ്ടമില്ല. നഷ്ടമില്ല. ഞാനിവിടെ വന്നതിൽ ലാഭം ഉണ്ടായിട്ടില്ല. ഇത് കൊണ്ടുപോയാൽ എനിക്ക് ലാഭമാണ്. ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടില്ല. എനിക്കൊരു നഷ്ടമില്ല. ഇത് കൊണ്ടുപോയാൽ എനിക്ക് ലാഭം എന്ന് പറയുന്നത്. ആര്? ഇത് കൊണ്ടുപോയി സാർമാർ കൊണ്ട് എനിക്ക് ലാഭം തന്നെയാണ്. സാർമാർ അറിയാത്തൊരു അറിവ് എനിക്കറിയാം. ആര്? അറിയാത്തൊരു അറിവ് എനിക്കറിയാം. ഇത് കൊണ്ടുപോയാലോ? എന്താ പറഞ്ഞിട്ട് ഞാൻ വിൽക്കാൻ വെച്ചത് ഇത് വിൽക്കാൻ ഇതിൽ കാര്യം 2 കുപ്പി എടുത്ത് നോക്കും. ബാക്കി ഇനി ബാഗിലിട്ട് ആ തീർന്നിരിക്കും. ബാക്കി ഇനി എടുത്ത് വെക്കാം. തീർച്ചയായും എന്നാൽ അങ്ങനെ ചെയ്യും. ഇത് എനിക്ക് നഷ്ടം. ഇനി വെറുതെ വാങ്ങി എനിക്കൊന്നും നഷ്ടമില്ല. ഞാൻ വാശി പിടിക്കുന്ന ആളല്ല. അതിനെ 10-20 20 12 എത്രേ 20 വന്നിട്ടേ ഞാൻ കണക്കൂട്ടുന്നില്ല. ഈ ബാക്കി എടുത്താൽ 12 പൈസ 2 കുപ്പിയുടെ വെച്ചോ. 2 കുപ്പിയുടെ വെച്ചോ. വരുമ്പോ ഒന്നും ഉണ്ടായില്ല. 0 വന്നു. അങ്ങനെ തന്നെയാണ്. അതൊക്കെ എല്ലാവർക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ തീരെ കളിക്കില്ല. കാരണം എന്താ പറയുക, ഞാൻ വേറൊരു കിതാബാണ് ഓർക്കുന്നത്. ആ കിതാബ് ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ലാണ്ടായി പോകും. അതാണ് ഞാൻ പറയുന്നത്. കിട്ടാനൊന്നും മോശമാക്കണം. കിതാബൊക്കെ പഠിക്കണം. അതായത് കുഴപ്പമുള്ളതായിരുന്നു. എന്താണല്ലേ സാറിനോട് പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ 40 വയസ്സായി. ഞാൻ പലതും പല രീതിയിൽ ശ്രമിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കാനാണ് പണി. ജയിലിനുള്ളിൽ നിങ്ങളതിൻ്റെ കൂട്ടി കൊണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഫുഡ് ചെയ്യും, കറക്റ്റ് ടൈമിനനുസരിച്ച് നിശ്ചയിക്കാൻ ഒന്നും കഴിയും. പിന്നെ എന്താണെന്നറിയാം, നവാസ് ബാബൻ്റെ ഒരു 50 എൻ്റെ ആവശ്യമൊന്നും വേറെ കൂട്ടില്ല. സാറ് വിചാരിച്ച ആളല്ല ഞാൻ. ഇങ്ങനെ ഉണ്ടാകുന്നുള്ള എനിക്ക് നല്ലപോലെ അറിയാം. മത്സ്യത്തൊഴിലാളിൻ്റെ വിഷയത്തിൽ എല്ലാ പേരും സാറ് ഇങ്ങനെ ബസ് അടിക്കാം. ഫോണിട്ട് അടിക്കാം. കൊണ്ടും നോക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്ത് ചെയ്താലും എനിക്കറിയാം. അതിന് വേറെന്തോ മതിയാണോ? കൊണ്ടുന്ന പരിപാടി കാട്ടില്ല കേട്ടോ. എന്ത് കൊണ്ടുവരണം ഞാൻ വെയിൽ കൊണ്ടത് വെറുതെ കൊണ്ടുവന്ന പരിപാടി. പോയിക്കോട്ടെ. ലാസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസുകാരെ ഞങ്ങൾ ആട്ടി വിട്ടു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കാൻ പോയി. സൗത്ത് ബീച്ചിൽ കൂടെ ഞങ്ങൾ കയറിയത്. അപ്പോഴാണ് ഈ കാണുന്നത്. അങ്ങനെ ഈ ബീച്ചിലെ സ്റ്റേജിൻ്റെ അവിടെ വരെ പോയി. പിന്നെയും തിരിച്ച് നടന്നു. പിന്നെയും തിരിച്ച് നടന്ന് ഞങ്ങൾ നടത്തുമ്പോൾ ഇതേ ആൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അതായത് നിയമങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് ഇപ്പോഴും നമ്മളെ സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. വെറുതെ തർക്കിക്കുക, നിയമപാലകരോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കുക. എന്നാൽ നിയമപാലകരം പൂർണ്ണമായിട്ട് ഇങ്ങനെ വെള്ളപൂശൊന്നും ചെയ്യല്ല. പക്ഷേ നിയമപാലകർ തെറ്റ് ചെയ്യുന്ന ഒരുപാട് ഫീൽഡുണ്ട്. അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിയമപാലകരെ വിമർശിക്കാം. ഈ സ്ഥലത്ത് ഇദ്ദേഹത്തെ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ നിയമം അവിടെ പാലിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ തന്നെ നമ്മളെ പൊതുവേ ഉള്ള നമ്മളെ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തന്നെ ഒരു പ്രകൃതമാണ് എന്ത് നിയമമുണ്ടോ ആ നിയമത്തൊക്കെ ലംഘിക്കുക എന്നുള്ളത്. നിയമം ലംഘിക്കാനുള്ളതല്ല, നിയമം അനുസരിക്കാനുള്ളതാണെന്നൊരു ബോധം എല്ലാവർക്കും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയമലംഘനം കാരണമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഒരുപക്ഷേ റോഡിൽ ബ്ലോക്ക് വരേണ്ടാണ് നിയമലംഘനം കാരണമാണ്. പിന്നെ ബീച്ചിൽ നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു പക്ഷേ അടുത്ത ലൈസൻസോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവരാരും പോലീസുകാരോട് തർക്കിക്കാനോ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിൽക്കുന്നില്ല. ഉപജീവിതത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ രൂപത്തിലെങ്കിലും ഒരു മാന്യത പുലർത്തുന്ന രൂപത്തിലെങ്കിലും ചെയ്യണം. പോലീസുകാർ ഈ വ്യക്തിയോട് ഇതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ആ വ്യക്തി അംഗീകരിക്കുന്നില്ല. അതുപോലെ അങ്ങനെ കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.